സുനിൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, ഇപ്പോൾ ഗണഗീതം മതേതരമോ എന്ന ചോദ്യം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. ഗണഗീതം മതേതരം അല്ലല്ലോ. ഗണഗീതം RSSന്റെ ഗണഗീതമാണ്. അതെങ്ങനെയാണ് മതേതരമാകുന്നത്? ഏതായാലും ഇതൊരു സ്റ്റേജ് പരിപാടിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു സാധാരണ സ്വകാര്യ പരിപാടിയല്ല, RSSന്റെ പരിപാടിയല്ല, BJPയുടെ പരിപാടിയല്ല. ഇത് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടന ചടങ്ങ്, അത് പ്രധാനമന്ത്രിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഒരു സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയാണ്. ആ ഔദ്യോഗിക പരിപാടിയിൽ കുറേ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. ആ വിദ്യാർത്ഥികൾ ഒരു പാട്ട് പാടുന്നു. ആ പാട്ട് ഏതുമാകാം, പക്ഷേ ഒരു പാട്ട് പാടുന്നു. അത് RSSന്റെ ഗണഗീതമാകുന്നു. അതിൻ്റെ വീഡിയോ ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക പേജിൽ വരുന്നു. ഇതൊരു ദേശഭക്തി ഗാനമാണ് എന്ന നിലയിലാണ് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റഡ് സാധനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുട്ടികളെ കൊണ്ട് പാട്ട് പാടാൻ, ഈ പാട്ട് തന്നെ പാടാൻ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് കുട്ടികൾ പാട്ട് പാടുന്നു. കുട്ടികൾ നിരപരാധികളാണ്. കാരണം അവരെ കൊണ്ട് പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു, അവർ പാടി, അത് വീഡിയോ എടുത്തു. ഇതിങ്ങനെ വിവാദമാക്കണം എന്ന് ചിലർ ആഗ്രഹിച്ചു. അത് വിവാദമായി ഇപ്പോൾ തുടരുന്നു. ഈ ഗണഗീതം എങ്ങനെയാണ് മതേതരമാവുന്നത്? RSSന് എന്ത് മതേതരത്വം? ഇന്ന് RSSന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് RSS മേധാവി മോഹൻ ഭാഗവത് ബാംഗ്ലൂരിൽ നടത്തിയ പ്രസംഗം നമ്മൾ കേട്ടില്ലേ? എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ അഹിന്ദുക്കളില്ല, നോൺ ഹിന്ദു എന്ന് പറയുന്നൊരു സംഭവം ഇന്ത്യയിൽ ഇല്ലെന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത്. എല്ലാവരും ഹിന്ദുക്കളാണെന്നാണ് മോഹൻ ഭാഗവത് അവകാശപ്പെടുന്നത്. ഇവിടെ മുസ്ലിങ്ങളില്ല, ക്രിസ്ത്യാനികളില്ല, ബുദ്ധരില്ല, ആരുമില്ല, എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന നിലയിലാണ് മോഹൻ ഭാഗവത്തിന്റെ പ്രസംഗം. അപ്പോൾ ഒരു ഹിന്ദുത്വ ഐഡിയോളജി എന്നത് ഉയർത്തിപ്പിടിക്കുന്ന, ഹിന്ദു തീവ്ര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന RSSന് എന്ത് മതേതരത്വം? അപ്പോൾ ഇതാണ് RSSന്റെ ഒരു സമീപനം എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല, എത്ര കാലമായി നമ്മളിത് കാണുന്നത്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നമ്മൾ രാജ്യത്ത് കണ്ടിട്ടുള്ള നമ്മളെല്ലാവരും ദിക്സാക്ഷികളായിട്ടുള്ള എത്ര സംഭവങ്ങൾ പശുവിൻ്റെ പേരിലായിരുന്നു. അന്ന് മനുഷ്യനെ പട്ടിയെപ്പോലെ അടിച്ചു കൊല്ലുകയാണ് തെരുവിലിട്ടിട്ട്. പശു മാംസം കയ്യിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് മുഹമ്മദ് അഖ്ലാഖിനെ തല്ലിക്കൊല്ലുന്നു. ഗുജറാത്തിലെ ഉനയിലേക്ക് പോയാൽ ദളിതരായ യുവാക്കളെ വാഹനത്തിൽ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നു. ജിത്തു സർവയ്യ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഞാൻ ആ കുട്ടിയുടെ ഗുജറാത്തിലെ ഉനയിലെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അതിക്രമങ്ങളായിരുന്നു ആ ഒരു 5 വർഷക്കാലം നമ്മൾ കണ്ടത്. 2019 വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നു. പിന്നീട് ഹിന്ദുത്വ ഐഡിയോളജി എന്ന് പറയുന്ന സംഗതി നടപ്പാക്കാനായിട്ട് എന്തും ചെയ്യുന്ന ഒരു സർക്കാർ സംവിധാനമായി നരേന്ദ്രമോദിയുടെ സർക്കാർ മാറുന്നു. 2024 വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ RSSന്റെ 100ാം വാർഷികമാണ്. പിന്നീട് RSS ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ സംഘടനയായി മാറുന്നു. RSSന് വേണ്ടി ഇതാ നാണയം പുറത്തിറക്കുന്നു. RSSന് വേണ്ടി വലിയ മഹത്തായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. RSSനെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി. അങ്ങനെ RSS മയമാണ് എല്ലായിടത്തും. RSSന്റെ ഐഡിയോളജി മയമാണ്, RSSന്റെ ആശയമാണ് എല്ലായിടത്തും. വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, എവിടെ ഏത് പൊതുപരിപാടി ആയിക്കോട്ടെ, ഇപ്പോൾ RSS ആണ് പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം. അങ്ങനെ RSSനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ശ്രമം തന്നെയാണ് ഈ വന്ദേ ഭാരത് ഉദ്ഘാടന ചടങ്ങിലും കണ്ടത്. അത് മറ്റൊന്നുമല്ല, കേരളത്തിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ എല്ലാ മേഖലകളിലും, അത് വിദ്യാർത്ഥികളിലൂടെ മറ്റ് മേഖലകളിലൂടെ ഒക്കെ തന്നെ ഇത് പതുക്കെ ഇതിൻ്റെ ചിഹ്നങ്ങൾ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ തിരികെ കയറ്റുകയാണ്. അപ്പോൾ ഈ RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞതും ഇതുമൊക്കെ നമ്മൾ ചേർത്ത് വെക്കണം. ഇതൊരു ഹിന്ദു രാഷ്ട്രമായി RSS പ്രഖ്യാപിക്കുകയാണ്. RSSന്റെ ആ പ്രഖ്യാപനത്തെ കേന്ദ്ര സർക്കാരും ഏറ്റെടുക്കുകയാണ്. കേന്ദ്ര സർക്കാരിലെ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ തന്നെ അത് ഏറ്റെടുക്കണം. ഇന്ത്യൻ റെയിൽവേ ആണ് ഈ ഒരു വിദ്യാർത്ഥികൾ പാടിയ ഈ ഒരു ഗണഗീതം ഒരു ദേശഭക്തി ഗാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ദേശഭക്തി ഗാനമാകുന്നത്? മതേതര സങ്കല്പത്തിനെതിരാണ് RSS. നമുക്കറിയാലോ, ഭരണഘടനയുടെ ആമുഖത്തിലെ സെക്യുലർ എന്ന് പറയുന്ന ഭാഗം എടുത്തു കളയണം എന്നാവശ്യപ്പെടുന്ന ഒരു സംഘടനയാണ് RSSഉം. RSSന്റെ ഒപ്പം നിൽക്കുന്ന മറ്റ് ഹിന്ദു സംഘടനകളൊക്കെ തന്നെ ഈ ആവശ്യം ഉന്നയിക്കുന്നവരാണ്. അപ്പം സെക്യുലറിസം എന്ന് പറയുന്ന ഒരാശയത്തോട് ഒരിക്കലും യോജിക്കാത്ത സംഘടനയാണ് RSS. നേരത്തെ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ അവലോകനം ചെയ്തൊരു റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. അന്ന് ആ കമ്മിറ്റി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കലാപങ്ങളെക്കുറിച്ചൊരു പ്രത്യേക റിപ്പോർട്ട് തന്നെ ആ കമ്മിറ്റി തയ്യാറാക്കി. ആ കലാപങ്ങളിലെല്ലാം, വർഗീയ കലാപങ്ങളിലെല്ലാം RSSന്റെ പങ്ക് ഓരോ കമ്മീഷനുകളും വളരെ കൃത്യമായി അക്കമിട്ട് നിരത്തിയിട്ടുള്ള വിവരങ്ങൾ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ട്.
ഹിന്ദു മിലിറ്റന്റ് ഗ്രൂപ്പ് എന്നാണ് RSSനെ ചില കമ്മീഷനുകൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പിലുണ്ട്. ആ സംഘടനയാണ് പിന്നീട് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ ഒരു സംഘടനയായി മാറുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് എല്ലാ മേഖലകളിലും ഇത് നോക്കൂ. ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താ? ഓപ്പറേഷൻ സിന്ദൂർ. അവിടുത്തെ ജനങ്ങളുടെ പട്ടിണിയില്ല, അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങളില്ല, കഴിഞ്ഞ 20 വർഷം ഭരിച്ച നിതീഷ് കുമാർ സർക്കാരിൻ്റെ നേട്ടങ്ങളില്ല, ആ 20 വർഷം മുൻപ് ഭരിച്ച ലാലു പ്രസാദ് യാദവിന്റെ ജംഗിൾ രാജിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് അവിടെ മുഴുവൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ പ്രസംഗത്തിലും പറയുന്നത് ജംഗിൾ. അതുകൊണ്ട് ഈ ഒരു വർത്തമാനകാലത്തെ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ ആളുകൾക്കിടയിലേക്ക് ഈ ഒരു വർഗീയ വിഷം ചെലുത്തിക്കൊണ്ട് എല്ലാ മേഖലയിലും നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. നോക്ക്, ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു. അതിനുശേഷം മോഹൻ ഭാഗവത് പറഞ്ഞത് അറിയോ? ഇനി നമ്മൾ പോകുന്നത് മഥുരയിലേക്കും കാശിയിലേക്കുമാണ്. അത് രണ്ടും ഞങ്ങളുടെ അവകാശമാണ്. അത് കിട്ടിയ ഇനി ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയുമാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. അപ്പോൾ അടുത്ത ലക്ഷ്യമായി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനായി ചെലവിട്ട കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ ഈ നാട്ടിൽ എത്ര മനുഷ്യന്റെ പ്രതിസന്ധി പരിഹരിക്കാമായിരുന്നു, എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാമായിരുന്നു, എത്ര പേരുടെ ദാരിദ്ര്യം അകറ്റാമായിരുന്നു, വീടില്ലാതെ തെരുവ് കിടക്കുന്ന എത്ര പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാമായിരുന്നു. ഇനി അടുത്ത ലക്ഷ്യമായിട്ട് ഈ മധുരയിലും കാശിയിലുമൊക്കെ പോകുമ്പോൾ ചെലവാക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ. ഈ അമ്പലം പണിയിലും അതുപോലുള്ള ഇത്തരത്തിൽ ഈ മറ്റേ ഹിന്ദു വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ഹിന്ദു വർഗീയത ഉയർത്തിപ്പിടിച്ചുള്ള രാഷ്ട്രീയമല്ലാതെ കഴിഞ്ഞ 11 വർഷം ഇന്ത്യ എന്താണ് കണ്ടിട്ടുള്ളത്? ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. ഏത് തെരഞ്ഞെടുപ്പായാലും ആകെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിമാർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഒരു തനിയാവർത്തനം ഇപ്പോൾ കേരളത്തിലും നടപ്പാക്കുന്നു. കേരളത്തിലെ പരിപാടികളിലേക്ക് ഇത് മാറ്റുന്നു. തന്ത്രപരമായി ഇത്തരം പരിപാടികളിലൊക്കെ തന്നെ RSSന്റെ ഗണഗീതവും RSSന്റെ ആശയങ്ങളും ഒക്കെ തന്നെ വലിച്ചിഴച്ച് കൊണ്ടുവന്നുകൊണ്ട് അതിനെ വലിയൊരു സംഭവമായി വലിയൊരു ബിംബമായി ഉയർത്തി കാണിക്കുന്നു. അതിന് പാവപ്പെട്ട ഇതൊന്നും അറിയാത്ത, ഇതിൻ്റെ ഒരു രാഷ്ട്രീയം അറിയാത്ത, ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചതി അറിയാത്ത വിദ്യാർത്ഥികളെയൊക്കെ തന്നെ ഇരയാക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാ സംവിധാനങ്ങളും അവർക്കൊപ്പമാണ്, എല്ലാ സംവിധാനങ്ങളും അവർക്കൊപ്പം നിൽക്കുന്നു. ഇത് മതേതര ഗാനമാണ്, ഇത് ദേശഭക്തി ഗാനമാണ് എന്നൊക്കെ പറയും. നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ വന്ദേമാതരം പ്രധാനമന്ത്രി വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൽ നേരത്തെ എന്തുകൊണ്ടാണ് ആ ഭാഗങ്ങൾ ഒഴിവാക്കിയത് വന്ദേമാതരത്തിൽ നിന്ന്? അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന പൂർണ്ണ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണ രൂപം എന്നത്. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വന്ദേമാതരത്തിലെ ഹിന്ദു ദേവതയെ ആരാധിക്കുന്ന ആ ഒരു സങ്കല്പമുള്ള ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ 2 വരികൾ മാത്രം വന്ദേമാതരത്തിന്റെ ഭാഗമായി എടുത്തത്. ജനഗണമന ദേശീയ ഗാനമാക്കുന്നത് ഒരു ഐക്യത്തിന്റെ സന്ദേശം നൽകുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു സന്ദേശം നൽകുന്നതായിരുന്നില്ല വന്ദേമാതരം. അതുകൊണ്ടാണ് അന്ന് അത് ഒഴിവാക്കാനുള്ള, ആ ഭാഗങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തത്. പിന്നീട് ഇപ്പൊ കാണുന്നത് എന്താ? ആ വന്ദേമാതരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വായിച്ചുകൊണ്ട് ആലപിച്ചുകൊണ്ട് ആ ഭാഗം വെട്ടിമാറ്റിക്കൊണ്ട് കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളെ വഞ്ചിച്ചു, ഇന്ത്യയുടെ പാരമ്പര്യം, ഇന്ത്യയുടെ സംസ്കാരം എല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് ആരും ചർച്ച ചെയ്യേണ്ട, ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യേണ്ട, ഇന്ത്യയിലെ കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആരും ചർച്ച ചെയ്യേണ്ട. നിങ്ങളെല്ലാവരും ചർച്ച ചെയ്താൽ മതി ഹിന്ദുത്വം, ഭാരതാംബ, ഭാരതമാത, ഇങ്ങനെ ചർച്ച ചെയ്ത് നമ്മളെങ്ങനെ മുന്നോട്ട് പോവുക. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. ഇപ്പോൾ പാഠ്യപദ്ധതി എടുത്തു നോക്കിയാൽ തന്നെ NCERTയുടെ ഈ ഗൈഡ് ലൈൻ ഇപ്പോൾ വന്നിട്ടുള്ള പോളിസി അനുസരിച്ച് നമ്മളൊക്കെ തന്നെ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന യഥാർത്ഥ ചരിത്രം മാറുകയാണ്. ഇനിയിപ്പം കുട്ടികളൊക്കെ തന്നെ പഠിക്കാൻ പോകുന്നത് ഗാന്ധിജി എങ്ങനെയോ മരിച്ചു എന്നായിരിക്കും. ഗാന്ധിജിയെ ഗോഡ്സെ കൊന്നൊന്നുമല്ല, ഗാന്ധിജി എങ്ങനെയോ മരിച്ചു, അതുപോലെ ആയിരിക്കും പഠിക്കുക. അതുപോലെ ഈ മുഗൾ കാലഘട്ടത്തെ ചരിത്രമൊന്നും ഇനി വരുന്നില്ല. അതൊക്കെ ഏറ്റവും വളരെ മോശപ്പെട്ടൊരു കാലമാണ് എന്ന് പഠിക്കാൻ പോവുകയാണ്. സവർക്കർ ഏറ്റവും വലിയ ധീര ദേശാഭിമാനിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് എന്നൊക്കെ നമ്മൾ ഇനി പുതിയ തലമുറ പഠിക്കാൻ പോവുകയാണ്. എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ എത്രയൊക്കെ ഇതൊക്കെ ശ്രമിച്ചാലും ഈ കാലവും മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വലിയൊരു രാഷ്ട്രീയ പ്രോജക്റ്റാണ്,
അത് RSS എന്ന് പറയുന്ന സംഘടന. RSS പലപ്പോഴും പറയും ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു ബന്ധവുമില്ലെന്ന്. പക്ഷേ ഈ നാട്ടിൽ BJPയെ ശക്തിപ്പെടുത്താൻ വേണ്ടി രാജ്യത്ത് നടത്തിയിട്ടുള്ള വർഗീയ സംഘർഷങ്ങളിൽ RSSന് വളരെ കൃത്യമായ പങ്കുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെയുള്ള സമിതികൾ വളരെ കൃത്യമായി നൽകിയ റിപ്പോർട്ടുകളിലുണ്ട്. അപ്പോൾ RSS എന്താണ് ചെയ്തത്, ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ RSS ഒരു പവിത്രമായ സംഘടനയാണ്. RSS പാടുന്നതൊക്കെ ദേശഭക്തി ഗാനങ്ങളാണ്. RSS പാടുന്നതൊക്കെ ഒരു മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഗാനങ്ങളാണ് എന്നൊക്കെ പറയാൻ BJPക്കും RSSനൊക്കെ അത് പറയാം, അവകാശപ്പെടാം. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക നോക്കിയാലേ 97 കോടി പേരാണ് വോട്ടർമാരാണ് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലുള്ളത്. 2024 BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്ത വെറും 23 കോടി ആളുകളാണ്. 23 കോടി ആളുകൾ, 36% ഉള്ളൂ. അതായത് 97 കോടിയിൽ ആകെ 60% വോട്ടാണ് പോൾ ചെയ്തത്. അതിൽ 36% BJPയുടെ വോട്ട്. അപ്പോൾ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ, ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലുള്ള 97 കോടി ജനങ്ങളിൽ വളരെ ചെറിയൊരു ഭാഗം ആളുകളെ BJP എപ്പോഴും പിന്തുണയ്ക്കുന്നുള്ളൂ. അതിനപ്പുറത്താണ് BJP എതിർക്കുന്നവരാണ് അപ്പുറത്ത് കൂടുതൽ ആളുകൾ. പക്ഷെ അവരെല്ലാരും പോയി പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്തില്ലല്ലോ PR സുനിൽ. അതെന്താണ് സംഭവിക്കാത്തത്? അതുകൊണ്ട് അല്ല, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 3 ഊഴമായി മത്സരിക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷത്തെ ഭാവി പ്രധാനമന്ത്രിയായി താങ്കളുടെ രാഹുൽ ഗാന്ധിയും ടീമും ഇരിക്കുകയാണല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ 97 കോടി ജനങ്ങളിൽ ആകെ വോട്ട് ചെയ്തത് 60% ആളുകളെ BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. 36% വോട്ട്. താങ്കൾ എത്ര ഇരുന്ന് 36% വോട്ട്. പിന്നെ ഇന്ത്യ ഭരിക്കുന്ന എങ്ങനെയാ? BJPക്ക് കേവല ഭൂരിപക്ഷമുണ്ടോ? ലോക്സഭയിൽ BJPക്ക് കേവല ഭൂരിപക്ഷമുണ്ടോ? ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമുണ്ടോ BJPക്ക്? കേവല ഭൂരിപക്ഷമുണ്ടോ BJPക്ക്? ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമുണ്ടോ BJPക്ക്? 2014 2019 കിട്ടിയ കേവല ഭൂരിപക്ഷം 2024 കിട്ടിയോ? അത് പറയൂ സുജയ, അത് പറയൂ. കേവല ഭൂരിപക്ഷമുണ്ടോ? കേവല ഭൂരിപക്ഷമുണ്ടോ? ഇല്ല അല്ലേ? 240 സീറ്റല്ലേ ഉള്ളൂ. 240 സീറ്റല്ലേ ഉള്ളൂ. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കൂട്ടത്തിന് എത്രയുണ്ട്? ആ വലിയ ഒരു ചെന്നായി കൂട്ടമായി ഉണ്ടാക്കിയ BJPയുടെ കാര്യം പറയുമ്പോൾ കിട്ടിയോ? ഇല്ല. 2019 കിട്ടിയ സീറ്റ് കിട്ടിയോ? ഇല്ല. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ തുടരും. അല്ല, ഒന്നാം UPAക്ക് കിട്ടിയ കാലത്തെ അതേ സീറ്റുകൾ ഇടതുപക്ഷത്തിനും കിട്ടിക്കാണും. രണ്ടാം UP അധികാരത്തിൽ വന്നപ്പോ ഒന്നാം UP മെച്ചപ്പെട്ട സീറ്റുകൾ കോൺഗ്രസ് സ്വന്തമാക്കിയിട്ടുണ്ട്. അത്രയും സീറ്റുകൾ രണ്ടാം UPA കാലത്ത് കിട്ടിയോ? ഇപ്പോഴെത്രയാണ്? 10 തികച്ചെടുക്കാനുണ്ടോ? അതുകൂടി പറയും. നമ്മൾ സംസാരിക്കുന്ന BJPയെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞത് BJPയെ എതിർക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയെ കുറിച്ചാണ്, CPIM-നെ കുറിച്ചാണ്. 2019 BJP കിട്ടിയ സീറ്റും 2024 BJP കിട്ടിയ സീറ്റും എത്രയാ? അത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ. ഇന്ത്യയിലെ 100% ജനങ്ങളും BJP കാണാം. ഡൽഹിയിലിരുന്ന് കാണാം PR സുനിൽ. അല്ല, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതിൽ ആർക്കും തർക്കം. പക്ഷേ ഈ നാട്ടിൽ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ മതപരമായും ഭിന്നിക്കുന്ന രാഷ്ട്രീയത്തോടാണ് വിയോജിപ്പ്. ശരി, അത്രേ ഉള്ളൂ. ആ വിഷയത്തിലെ Meet the editors.